സ്ട്രെയിറ്റ് ലൈനിൽ മിസലേനിയസിലുള്ള 13th ക്വസ്റ്റ്യൻ ആണ്. സോ നമുക്ക് നോക്കാം എങ്ങനെയാണ് സോൾവ് ചെയ്യണത്. സോ പറയുന്നത് ഇത്രയേ ഉള്ളൂ. ഇൻ വാട്ട് റേഷ്യോ ദ ലൈൻ ജോയിനിങ് -1 to 1 ആൻഡ് 5, 7 ഇസ് ഡിവൈഡഡ് ബൈ ദ ലൈൻ എക്സ് പ്ലസ് വൈ ഇസ് ഈക്വൽ ടു 4. അപ്പോൾ എന്താണ് ഇത്രയേ പറയുന്നുള്ളൂ. ദാറ്റ് ഈസ് ഈ ഒരു ലൈൻ, ഏത് ലൈൻ? ദാറ്റ് ഈസ് -1, 1 എന്ന് പറയുന്ന പോയിൻറ്റും 5, 7 എന്ന് പറയുന്ന പോയിൻറ്റും. ഈ ഒരു ലൈനിനെ അല്ലെങ്കിൽ ഇവർ തമ്മിൽ ഈ രണ്ട് പോയിൻറ്റ്സ് തമ്മിൽ കണക്ട് ചെയ്യുന്ന ലൈനിനെ ആര് കട്ട് ചെയ്യുന്നുണ്ട്? എക്സ് പ്ലസ് വൈ ഇസ് ഈക്വൽ ടു 4 എന്ന് പറയുന്ന പോയിൻ്റ് കട്ട് ചെയ്യുന്നുണ്ട്. ദെൻ ആ കട്ട് ചെയ്യുമ്പോൾ നമുക്കൊരു പോയിൻ്റ് കിട്ടില്ലേ? ദെൻ സപ്പോസ് അതൊരു ക്യൂ എന്ന് പറയുന്ന പോയിൻ്റ് ആണെങ്കിൽ ആ ക്യൂ എന്ന് പറയുന്ന പോയിൻ്റ്, ഇവിടെ ഒരു പോയിൻ്റ് ഞാൻ എ ബി എന്ന് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ, ഇത് എ ബി എന്ന് പറയുന്ന ലൈനാക്കി എടുത്തു കഴിഞ്ഞാൽ ആ ക്യൂ എന്ന് പറയുന്ന പോയിൻ്റ് എ ബിനെ ഏത് m/n അല്ലെങ്കിൽ ഏത് റേഷ്യോയിലാണ് കട്ട് ചെയ്യുന്നത് എന്നുള്ളതാണ് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, സോ ഫസ്റ്റ് ഓഫ് ഓൾ ഇതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈസിയാണ്. ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ എന്ത് കണ്ടുപിടിച്ചാൽ മതി? ഇവിടെയുള്ള ക്യൂ എന്ന് പറയുന്ന പോയിൻ്റ് എനിക്ക് കണ്ടുപിടിക്കാൻ പറ്റിക്കഴിഞ്ഞാൽ എനിക്ക് ഇവിടെ നിന്ന് മനസ്സിലാക്കിയെടുക്കാം അത് ഏത് റേഷ്യോയിലാണ് കട്ട് ചെയ്യുന്നതുള്ളത്. സോ ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ ചെയ്യേണ്ട പരിപാടി ഈ ക്യൂ എന്ന് പറയുന്ന പോയിൻ്റ് എന്താണെന്ന് കണ്ടുപിടിക്കുകയാണ്. ഓക്കെ, അപ്പോൾ ക്യൂ എന്ന് പറയുന്ന പോയിൻ്റ് എങ്ങനെയാണ് കണ്ടുപിടിക്കുക? എനിക്കറിയാം ഇതൊരു ലൈനാണ്, ആ ലൈൻ്റെ ഇക്വേഷൻ എനിക്കറിയാം. ദെൻ എ ബി എന്ന് പറയുന്ന മറ്റൊരു ലൈൻ മേക്ക് ചെയ്യുന്നുണ്ടല്ലോ. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നു? എ ബി എന്ന് പറയുന്ന ലൈൻ്റെ ഇക്വേഷൻ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ ഈ ഒരു ലൈനിൻ്റെ ഇക്വേഷനും ഈ ഒരു ലൈനിൻ്റെ ഇക്വേഷനും അല്ലെ തമ്മിൽ സാറ്റിസ്ഫൈ ചെയ്യുന്ന പോയിൻ്റ് ഏതാണോ, അല്ലെങ്കിൽ അവരുടെ സൊല്യൂഷൻ എന്താണോ, കോമൺ സൊല്യൂഷൻ എന്താണെന്ന് കണ്ടുപിടിച്ചാൽ മതി. അത് കണ്ടുപിടിച്ചാൽ അത് എന്തായിരിക്കും? അത് ആ ക്യൂ എന്ന് പറയുന്ന പോയിൻ്റ് ആയിരിക്കും. ഓക്കെ, സോ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ എന്ത് ചെയ്യാൻ വേണ്ടി പോവാണ്? ഇക്വേഷൻ ഓഫ് എ ബി എന്ന് പറയുന്ന ലൈനിൻ്റെ ഇക്വേഷൻ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. ഓക്കെ, ദാറ്റ് ഈസ് എ ബി. ദെൻ അതിനായിട്ട് ഫസ്റ്റ് നമുക്ക് എന്ത് വേണം? നമുക്ക് സ്ലോപ്പ് കണ്ടുപിടിക്കണം അല്ലേ? സോ സ്ലോപ്പ് കണ്ടുപിടിക്കുകയാണ്. ദാറ്റ് ഈസ് എന്താ വരിക? y2 minus y1, that is 7 minus 1 divided by x2 minus x1, that's equal to എന്ത് വരും? 5 minus -1, so that's equal to എന്ത് വന്നു? 6 divided by 6, that's equal to 1 എന്ന് കിട്ടി. അപ്പോൾ സ്ലോപ്പ് കിട്ടിയല്ലോ. ഇതോ എങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആ ലൈൻ്റെ ഇക്വേഷൻ എന്ന് പറയുമ്പോൾ എന്തായിട്ട് മാറും? ദാറ്റ് വുഡ് ബി y minus y1 is equal to m into x minus x1. സോ ഞാൻ പോയിൻ്റ് ആയിട്ട് എടുത്തു. ആരെയാണ്? ഏതെങ്കിലും പോയിന്റ് നമുക്ക് എടുക്കാം. അപ്പോൾ ഫസ്റ്റ് പോയിന്റ് ഞാൻ എടുത്തു. സോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എന്തായിട്ട് മാറി? y minus 1 is equal to 1 into x minus -1. ഓക്കെ, സോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ദെൻ ഇനി നമ്മളൊന്ന് റീഅറേഞ്ച് ചെയ്താൽ മതി. എന്താക്കി മാറ്റാൻ വേണ്ടിയിട്ട്? നമ്മുടെ റിക്വയർഡ് ഇക്വേഷൻ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട്. സോ ജസ്റ്റ് ഐ എം കോപ്പിങ്, വൺ സെക്, കോപ്പി. ദെൻ ഓക്കെ, ഇതിൻ്റെ ജസ്റ്റ് നമ്മളിതിനൊന്ന് റീഅറേഞ്ച് ചെയ്താൽ മതി. ഇവിടെ നിന്ന് എന്താ കിട്ടുക? y minus 1 is equal to x plus 1 എന്ന് കിട്ടും. അപ്പോൾ നമ്മൾ റിക്വയർഡ് ഇക്വേഷൻ ആക്കിയാൽ മാറ്റുകയാണ്. സോ വൈനെ നേരെ അങ്ങ് കൊണ്ടുപോയിട്ട് ഈ ഒരു 1 ഇങ്ങോട്ടേക്ക് കൊണ്ടുവരുന്നു, വൈനെ അങ്ങോട്ടേക്ക് കൊണ്ടുപോകുന്നു. അപ്പോൾ എനിക്കിത് എന്ത് എഴുതാം? ഇതിന് മാറ്റി എഴുതാം. ദാറ്റ് ഈസ് എക്സ് മൈനസ് വൈ, അല്ലെ പ്ലസ് വൈ അങ്ങ് പോയി കഴിഞ്ഞാൽ മൈനസ് വൈ ഇസ് ഈക്വൽ ടു, ഇത് അങ്ങ് പോയി കഴിഞ്ഞാൽ എന്ത് കിട്ടി? ഓൾറെഡി അപ്പുറത്തൊരു -1 ഉണ്ട്, ദാറ്റ് ഇസ് -1. അപ്പോൾ എനിക്ക് കിട്ടി എക്സ് മൈനസ് വൈ ഇസ് ഈക്വൽ ടു -2. അപ്പോൾ ഇതിന് എൻ്റെ ഒരു ഇക്വേഷനായിട്ട് ഞാൻ എടുത്തു. ഫസ്റ്റ് ഇക്വേഷൻ എന്താണ്? എ ബി എന്ന് പറയുന്ന ലൈനിൻ്റെ ഇക്വേഷനാണിത്. ഇതാരാണ്? ഇക്വേഷൻ ഓഫ് എ ബി. ദെൻ എനിക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താണ്? അതായത് എ ബി എന്ന് പറയുന്ന ലൈനും ദെൻ എന്താണ് എക്സ് വൈ എന്ന് പറയുന്ന ലൈനിൻ്റെയും കോമൺ പോയിന്റ്. അപ്പോൾ ഇവിടെ തന്നിരിക്കുന്ന ഈ ഒരു ലൈൻ ദാറ്റ് എക്സ് പ്ലസ് വൈ ഇസ് ഈക്വൽ ടു 4 എന്ന് പറയുന്ന ലൈനും. സോ എനിക്കറിയാം എക്സ് പ്ലസ് വൈ ഇസ് ഈക്വൽ ടു 4 എന്ന് പറയുന്ന ദാറ്റ് ഈസ് അവർ സെക്കൻഡ് ഇക്വേഷൻ. അപ്പോൾ ഇത് രണ്ടും കൂടി നമ്മൾ സോൾവ് ചെയ്ത് നമുക്ക് എന്ത് കിട്ടും? നമ്മുടെ കോമൺ പോയിന്റ് നമുക്ക് കണ്ടുപിടിക്കാൻ വേണ്ടി പറ്റും. സിംപ്ലി രണ്ട് ഇക്വേഷൻ തമ്മിൽ അങ്ങ് ആഡ് ചെയ്താൽ മതി. അപ്പോൾ എന്ത് കിട്ടി? ദാറ്റ് ഇസ് 2x ഇസ് ഈക്വൽ ടു 2 എന്ന് കിട്ടി. സോ എക്സ് ഇസ് ഈക്വൽ ടു നമുക്ക് കിട്ടി ദാറ്റ് ഇസ് 1. അങ്ങനെ എക്സ് 1 ആണെന്നുണ്ടെങ്കിൽ നോക്കിയാൽ എക്സ് പ്ലസ് വൈ എന്ന് പറയുന്നത് 4 അല്ലേ? അങ്ങനെയാണെങ്കിൽ വൈ എന്ന് പറയുന്നത് എന്തായിരിക്കണം? ദാറ്റ് ഇസ് 4 മൈനസ് എക്സ്. സോ ദാറ്റ്സ് ഈക്വൽ ടു എന്ത് കിട്ടും? 3 എന്ന് കിട്ടും. ഓക്കെ, വൈ ഇസ് ഈക്വൽ ടു 3 എന്ന് കിട്ടി. അങ്ങനെയാണെങ്കിൽ രണ്ടിൻ്റെയും ആ ഒരു കോമൺ ക്യൂ എന്ന് പറയുന്ന നമ്മുടെ ക്യൂ എന്ന് പറയുന്ന പോയിന്റ് എന്തായിട്ട് മാറണോടാ? ദാറ്റ് ഈസ് 1,3 എന്ന് പറയുന്നതായിരിക്കും എന്ത്? എൻ്റെ ക്യൂ എന്ന് പറയുന്ന പോയിന്റ്. ഓക്കെ, 1,3 പോയിന്റ് കിട്ടിയല്ലോ, രണ്ടിൻ്റെയും കോമൺ പോയിന്റ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇനിയാണ് എനിക്ക് കാര്യമുള്ള കാര്യം, അല്ലെങ്കിൽ നമ്മൾ ചോദിച്ച കാര്യം ഇതാണ്. ദാറ്റ് ഈസ് നമുക്ക് എന്തായിരുന്നു? നമ്മുടെ ലൈൻ ഉണ്ടായിരുന്നു. ദാറ്റ് ഈസ് -1,1 5, 7 അല്ലേ? സോ -1,1 ദെൻ 5, 7 അല്ലേ? ആ 5, 7ൻ്റെയും ഇടയിൽ മറ്റേ ലൈൻ കട്ട് ചെയ്യുന്ന പോയിന്റ് നമ്മളിപ്പോൾ കണ്ടുപിടിച്ചു. ദാറ്റ് ഈസ് ക്യൂ എന്ന് പറയുന്ന പോയിന്റ് 1,3. അങ്ങനെയാണെങ്കിൽ ആ റേഷ്യോ അല്ലേ ഞാൻ കണ്ടുപിടിക്കണ്ടേ? സോ കണ്ടുപിടിക്കുക ഇത്രയേ ഉള്ളൂ പരിപാടി. ഞാൻ ജസ്റ്റ് ഇവിടെ നോക്കുകയാണ്. ദാറ്റ് ഈസ് എക്സ് എന്താണ് ഇവിടെ? എക്സ് ചേഞ്ച് വന്നിട്ടുള്ളത് അല്ല, എക്സ് എത്ര ഇവിടെ കൂടിയുള്ളത്? -1 1 എന്ന് പറയുമ്പോൾ അവിടെ എക്സ് ഇൻക്രീസ് ആയത് എത്രയാടാ? എക്സ് ഇൻക്രീസ് ആയത് 2 ആണ്. ഓക്കെ, സോ ഞാൻ ഇതേപോലെ തന്നെ അവിടെ നിന്ന് കണ്ടുപിടിച്ച് നോക്കുകയാണ്. ഇവിടെ ഫസ്റ്റ് ഇവിടെ എത്രയാണ് വൈ കൂടിയെന്നുള്ളത് നോക്കുമ്പോൾ എത്രയാണ് കൂടുന്നത്? 1 നിന്ന് 2 എന്ന് പറയുമ്പോൾ അവിടെ വൈ കൂടിയുള്ളൂ എങ്ങനെ തന്നെയാണ്? +2
ടു തന്നെയാണ്, അല്ലെ വൈയിലുണ്ടാക്കിയ മാറ്റം തന്നെയാണ് സെയിം, ആ ചേഞ്ച് സെയിം തന്നെയായിരിക്കും. ഓക്കെ, ആ റേഷ്യോയിൽ നമ്മളത് കട്ട് ചെയ്തെടുക്കുന്നതുകൊണ്ടാണ്. ദെൻ ഇനി നോക്കിയാൽ ഇവിടെ നിന്ന് എക്സ് ഇങ്ങോട്ടേക്ക് കൂടി എത്രയാണ്, 1 4 5 ആയി എന്ന് പറയുന്ന സമയത്ത് അവിടെ +4 ഇൻക്രീസ് ആണ് ഉണ്ടായത് ആരെ, എക്സിന്. ദെൻ അതേപോലെ വൈക്കോ 1 എന്ന് പറയുന്നത് 7 ആയി മാറി എന്ന് പറയുമ്പോൾ എഗെയിൻ അവിടെ എത്ര തന്നെയാണ് വന്നുള്ളത്, +4. അങ്ങനെയാണ് ഇത് 2:4 എന്ന് പറയുന്ന ഒരു രീതിക്കായിരിക്കും അവിടെ എന്ത് ചെയ്തിട്ടുണ്ടായിരിക്കുക, റേഷ്യോസ് വന്നിട്ടുണ്ടായിരിക്കുക. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ പറയാൻ വേണ്ടി പറ്റും ദ പോയിന്റ്. ഓക്കെ, ദ പോയിന്റ് Q കട്ട് ദ ലൈൻ എ ബി എന്നല്ല നമ്മൾ വിളിച്ചിട്ടുണ്ടായിരുന്നേ. ഓക്കെ, AB ഇൻ ദ റേഷ്യോ എന്താണ് 2:4, അല്ലെ? അപ്പോൾ ഈ 2:4 എന്ന് പറഞ്ഞ റേഷ്യോനെ വീണ്ടും ചെറുതായിക്കൂടെ, വിച്ച് ഇംപ്ലൈസ് അതെന്തായിട്ട് മാറി 1:2. അപ്പോൾ 1:2 എന്ത് ചെയ്യുന്നത്, ആക്ച്വലി ആ ഒരു പോയിന്റ്, ആ ഒരു ലൈൻ x പ്ലസ് y = 4 എന്ന് പറയുന്ന ലൈൻ കട്ട് ചെയ്യുന്നത് ഏത് പോയിന്റിലാണ്, ഒരു 1:2 എന്ന് പറയുന്ന റേഷ്യോയിലാണ് അതിനെ കട്ട് ചെയ്യുന്നത്. ഓക്കെ.